പ്രധാനമായി 2 അറിയിപ്പാണുള്ളത്. ഒന്ന് റേഷൻ കാർഡിൻ്റെ അറിയിപ്പും പിന്നെ പെൻഷനായിട്ട് അറിയിപ്പും പെൻഷൻ വാർത്തകളും. APL റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കുക. ഇനി ആരെങ്കിലും അപേക്ഷ വയ്ക്കാനുണ്ടെങ്കിൽ വേഗത്തിൽ അപേക്ഷ വയ്ക്കേണ്ടതാണ്. പിന്നീട് ഒരവസരം ലഭിക്കുന്നതല്ല. വീട്ടിൽ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ, മാനസികമായിട്ട് ഇതുണ്ടെങ്കിൽ അങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊക്കെ പരിഹരിച്ച് കൃത്യമായിട്ട് അവർക്ക് അർഹത നൽകുന്നതാണ് സർക്കാർ. സൗജന്യ അരിയും മറ്റാനുകൂല്യം, വിവിധ പദ്ധതികളിൽ മുൻഗണന, ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ നൽകുന്നതാണ്. ഈ അവസരം പാഴാക്കാതിരിക്കുക. ഇനി പെൻഷൻ വാർത്തകളാണ് അടുത്തത്. പെൻഷൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഭാഗമായി നമ്മൾ ഉപഭോക്താക്കൾ യാതൊരു പരിശോധിക്കും തയ്യാറാവണ്ട. വരുമാന സർട്ടിഫിക്കറ്റ്, മസ്റ്ററിങ് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. 2024 മസ്റ്ററിങ് മറ്റു രേഖകളൊക്കെ സമർപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ മുൻകരുതലും എടുക്കണ്ട. 2025 ക്ഷേമ പെൻഷൻ കുറച്ച് കൃത്യത വിതരണം ചെയ്യാൻ കുറച്ച് നിയമങ്ങളൊക്കെ പാലിക്കേണ്ടതായിട്ട് വരും. ആ സാഹചര്യത്തിൽ മാത്രം നമ്മൾ സർക്കാർ പറയുന്ന രേഖകളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ സമർപ്പിച്ചാൽ മതി. അതിന് പറ്റിയ കാര്യങ്ങൾ സർക്കാർ അറിയിപ്പ് നൽകുമ്പോൾ തന്നെ നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ അർഹതയില്ലാത്ത ഒരു ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് കണ്ടെത്താൻ സർക്കാർ കുറച്ച് നാളുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതാത് മേഖല മാത്രമാണ്. കൂടുതൽ പരാതികൾ ലഭിച്ച മേഖലയിൽ മാത്രം. അപ്പോൾ ഇത്രയാണ് ഈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ളൊരു ബെല്ലൈക്കൻ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും